മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. നമസ്കാരം. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത് മാർക്കോ സിനിമയുടെ നിർമ്മാതാവാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് മാർക്കോയിലെ പോലെയുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഇനി തന്റെ ഒരു സിനിമകളിലും ഉണ്ടായിരിക്കില്ല, അത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഇനി താൻ സിനിമ ഇറക്കില്ല, താനായിട്ട് ഇനി ഇത്തരം കാര്യങ്ങളെ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ തന്നെ മാർക്കോ സിനിമയ്ക്ക് ടിവിയിലുള്ള നമ്മുടെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചേക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നല്ലൊരു തീരുമാനമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ സിനിമകളൊക്കെ കാരണമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ കുറേ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണം സിനിമയാണോ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. സിനിമ കാരണമാണോ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് വരുന്നത്? ഉത്തരം കിട്ടും അല്ല എന്ന്. സിനിമ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഓരോ സിനിമ കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, വിഷമം വരും, ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്, മോട്ടിവേഷൻ തോന്നാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഫീലിങ്സ് നമുക്ക് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും സിനിമ തീർന്നു കഴിയുമ്പോൾ ആ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാറുണ്ട്. ചില സിനിമകൾ നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്ത് ആ സിനിമയിലെ ദൃശ്യങ്ങളും രംഗങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ നാൾ നിൽക്കാറുണ്ട്. എന്നാലും നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും അത് സിനിമയാണ്, അത് റിയാലിറ്റി അല്ല, യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല അതിനകത്ത് കാണിച്ചേക്കുന്നത്. അത് വെറും ഫേക്കാണ്, വെറും ആക്ട് മാത്രമാണ്, അഭിനയം മാത്രമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് സിനിമ കാണുന്ന ഓരോ വ്യക്തിക്കുമുണ്ട്. നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്, കുഞ്ഞിലേ മുതലേ സിനിമ കണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ട്, ആ ബോധമുണ്ട്. എന്നാൽ ഒരു സിനിമ കാണുമ്പോൾ അത് സിനിമയല്ല, അത് റിയാലിറ്റി ആണ് എന്ന് തോന്നിപ്പിക്കുന്നത് ആർക്കൊക്കെ ആയിരിക്കും? ബോധമില്ലാത്തവർക്കായിരിക്കും. ആണേ, ഒരു സിനിമ ബോധമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ സിനിമ കണ്ട് അതുപോലെ അനുകരിക്കണമെന്ന് തോന്നുകയും അത് റിയാലിറ്റി ആണ് എന്ന രീതിയിലേക്ക് ചിന്തിക്കുകയും ചെയ്യുന്നത് ബോധമില്ലാതെ സിനിമ കാണുന്നവരായിരിക്കും. അപ്പം യഥാർത്ഥത്തിലുള്ള റീസൺ സിനിമയാണോ? അല്ല. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ കാരണം സിനിമയല്ല. കുട്ടികളുടെ കയ്യിൽ പോലും ഇന്ന് പല വസ്തുക്കളും അവൈലബിൾ ആണ്. ഉപയോഗിക്കുന്ന വസ്തുക്കൾ, സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അത് വലിച്ചു കയറ്റി ബോധം മുഴുവനായിട്ട് നശിച്ച് ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ആകും. അപ്പൊ സിനിമ എന്ന് പറയുന്നത് മിയർ ആയിട്ടുള്ളൊരു ഫാക്ടർ മാത്രമാണ്, ഒരു എലമെന്റ് മാത്രമാണ്. സിനിമ ചെറിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട്, അത് ചെറിയൊരു എലമെന്റ് മാത്രമാണ്. എന്നാൽ റിയൽ ആയിട്ടുള്ള റീസൺ വേറെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ നിയമപാലകരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയൽ ആയിട്ടുള്ള റീസൺ ഹൈഡ് ചെയ്യുകയാണ്. അത് ഹൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം റിയൽ റീസൺ എന്താണെന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് മാറും. അപ്പൊ ഇവരുടെ കഴിവില്ലായ്മയെ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള താല്പര്യവുമില്ല. അതുകൊണ്ടാണ് മന്ത്രിമാര് പോലും ഈ കാരണങ്ങൾക്കൊക്കെ കാരണം സിനിമയാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നു. അപ്പൊ ചർച്ചയിൽ ഇവൻ നമ്മുടെ മുഖ്യമന്ത്രി പോലും പറയുന്നത് സിനിമ കാരണമാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്. മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ പറയത്തുള്ളൂ. സിനിമ കാരണമല്ല, സിനിമ വെറും ഒരു ഫാക്ടർ മാത്രമാണ്, ചെറിയൊരു ഇൻഫ്ലുവൻസ് മാത്രമാണ്. യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് വേറെയാണ്. ഇന്ന് നമ്മുടെ കേരളം ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇങ്ങനെ വലിച്ചു കയറ്റി ബോധം നശിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് കേരളത്തിലുള്ള ജനങ്ങളുടെ ഇടയിൽ വളരെ കൂടുതലാണ്. 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ പോലും ഇത്തരം വസ്തുക്കളുടെ ഉപയോഗമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടതാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ ഇത്തരം ഒരു സാധനം വലിച്ചു കയറ്റിയിട്ട് സ്വന്തം പെങ്ങളെടുത്താണ് അക്രമമായിട്ട് ചെന്നേക്കുന്നത്. അപ്പൊ അത് പെങ്ങളാണ്, സഹോദരിയാണ്, എൻ്റെ രക്തമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടിയുടെ ബോധം മാറിക്കഴിഞ്ഞു. അപ്പൊ അതിന് കാരണം എന്താണ്? സിനിമയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിനിമയാണെന്ന്? അപ്പൊ മനഃപൂർവ്വം സിനിമയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുവാണ്. സിനിമയുടെ മുകളിലേക്ക് എല്ലാ പഴിയും കൂടി അടിച്ചങ്ങ് ഏൽപ്പിക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരം സിനിമകൾ പല രാജ്യങ്ങളിലും ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നല്ലോ. അപ്പൊ യഥാർത്ഥത്തിലുള്ള റീസൺ എന്ന് പറയുന്നത് കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യുകയല്ലേ വേണ്ടത്? ശരിക്കും നമ്മൾ പേടിക്കണം. ഇന്ന് കേരളത്തിൽ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. ഈ ഒരു 2-3 വർഷം കൊണ്ടാണ് ഈ വസ്തുക്കളുടെ ഉപയോഗം കൂടിക്കൂടി വന്നത്.
കേരളം എന്ന് പറയുന്നത് 2-3 വർഷം കഴിയുമ്പോഴേക്കും ഇത്തരം വസ്തുക്കൾ വിൽക്കുന്നതിൽ നമ്പർ 1 ആകും. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, നേരത്തെ ഗോവ പോലെയുള്ള അടിച്ചുപൊളി സ്ഥലങ്ങളിലായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം നടക്കുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. ഓക്കെ, അതിനുശേഷം ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട് ഗോവ. ഈ സ്ഥലങ്ങളിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ കിട്ടും. ഈ സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളെക്കാട്ടിൽ കൂടുതൽ വസ്തുക്കൾ ഇപ്പം കേരളത്തിൽ കിട്ടും. കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെയൊക്കെ വിൽപ്പന കേന്ദ്രമാണ്. വലിയ വലിയ ഗ്യാങ്ങുകളും വലിയ വലിയ മാഫിയ തലവന്മാരും ഒക്കെ തന്നെ വന്നാണ് ഇതൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലീസും നിയമപാലകർക്കും ഒക്കെ ഇതൊക്കെ അറിയാം. മന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും ഒക്കെ ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള ജ്ഞാനമുണ്ട്. പക്ഷേ അവർ മനഃപൂർവ്വം കണ്ണടയ്ക്കാണ്. അവരുടെ മൂക്കിൻ്റെ തുമ്പത്തൂന്നാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ മനഃപൂർവ്വം കണ്ണടക്കിയാണ്. പോലീസുകാരായിക്കോട്ടെ വലിയ വലിയ ടീമൊക്കെ വെച്ചിട്ട് റെയ്ഡിനാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും. പക്ഷെ പിടിച്ചെടുക്കുന്നത് എന്താണ്? നിങ്ങൾ കേട്ടില്ലേ, അവിടെ നിന്ന് പിടിച്ചെടുത്തു, ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. എന്താണ് ശരിക്കും പിടിച്ചെടുക്കുന്നത്? വളരെ ചെറിയ എമൗണ്ട്, ഇത്ര ഗ്രാം അല്ലെങ്കിൽ 1 കിലോ 2 കിലോ ഇതാണ് പിടിച്ചെടുക്കുന്നത്. ഇത്രയും മാത്രമാണോ നമ്മുടെ കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്? ഈ പിടിച്ചെടുക്കുന്ന 3 ഗ്രാമോ 4 ഗ്രാമോ ആണോ കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്? അല്ല, വലിയ വലിയ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കേരളത്തിലേക്ക് സാധനങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് പിടിച്ചെടുക്കുന്നില്ല? പിടിച്ചെടുക്കത്തില്ല. അപ്പം വൻകിട പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ പിടിച്ചെടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് പോലും പറ്റത്തില്ല. അവർക്ക് പോലും പേടിയാണ്. അവർ പോലും ഇവരെ ഒന്നും തൊടത്തില്ല. എന്നിട്ട് റിയൽ ആയിട്ടുള്ള കാരണം മറച്ചു വെച്ച് എല്ലാ പഴിയും എല്ലാ കുറ്റവും മറ്റ് പല കാരണങ്ങളിലേക്ക് മാറ്റാണ്. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ മാക്സിമം തിരിച്ചുവിടുക. സിനിമയാണ് കാരണം, പ്രോഗ്രാമുകളാണ് കാരണം, മറ്റുള്ള കാര്യങ്ങളാണ് കാരണം. യഥാർത്ഥ കാരണം എന്നിട്ട് മറച്ചു വെക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യഥാർത്ഥ കാരണത്തെയാണ്. നമ്മൾ പേടിക്കേണ്ടതും ഈ യഥാർത്ഥ കാരണത്തെയാണ്. നമ്മുടെ ബോധത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളുടെ ഉപയോഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പം അതിൻ്റെ ഉപയോഗം നിർത്തലാക്കാനും ആ വസ്തുക്കളുടെ വിൽപ്പന തുടച്ചു നീക്കാനും നമ്മുടെ ഗവൺമെന്റിനെയും കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ വലിയ പരാജയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടു, വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ നമ്മുടെ മന്ത്രിമാരോട് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാരും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ കൊഞ്ഞണം കുത്തി കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള ഉത്തരം പറയാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവരാണ് ഇതിനൊക്കെ ആക്ഷൻ എടുക്കേണ്ടത്. അവർ ആക്ഷൻ എടുക്കുന്നില്ല, അവർ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് അനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക്, വേറെ പല രീതിയിലേക്ക് ഇതങ്ങ് തിരിച്ചു വിടുവാണ്, വഴിതിരിച്ചു വിടുവാണ്. അവർ വഴിതിരിച്ചു വിടുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിനി ഇങ്ങനത്തെ സിനിമകളൊന്നും എടുക്കണ്ട. ഇത്തരത്തിലുള്ള സിനിമകളൊന്നും തന്നെ നമുക്ക് എടുക്കുകയും വേണ്ട. അങ്ങനെയുള്ള സിനിമകളൊന്നും തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യേണ്ട. നമുക്ക് നോക്കാം, ഒരു 2 വർഷത്തേന് നമുക്ക് നോക്കാം. എന്നാലും ഇത് കുറയാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ കുറയ്ക്കേണ്ട വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, അത് പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കുക. അതാണ് വേണ്ടത്. കുറയ്ക്കുക എന്നല്ലത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക. ആ വസ്തുക്കൾ 1% പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ, യഥാർത്ഥത്തിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കഴിവില്ലായ്മയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കഴിവില്ലായ്മയുടെ ഫലമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.